ഹലോ, നമുക്ക് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിരങ്ങാക്കറി കേട്ടത്. പരിപ്പും തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ചിരങ്ങാക്കറിയും വഴുതനങ്ങ വറുത്തതും കൂടി നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിരങ്ങാക്കറി ഒന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഞാൻ എൻ്റെ കൈയളവിന് 1.5 കൈ പരിപ്പെടുത്തിട്ട് അത് നല്ലോണം കഴുകി അത് കുക്കറിൽ അതിന് പാകത്തിനുള്ള വെള്ളം എടുത്തതാണ്. പിന്നെ അതിലേക്ക് വലിയ ഒരു തക്കാളിയും 2 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്ത് ലേശം മഞ്ഞൾപ്പൊടി, ഏകദേശം ഒരു 1/2 ടീസ്പൂണ്, ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. വെക്കട്ടോ, കുക്കർ നന്നാക്കി മൂടി വെച്ച് 2-3 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോഴൊക്കെ നമുക്കതിലേക്കൊരു അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. അതിലേക്ക് തേങ്ങ, ചെറിയ ജീരകം, ചെറിയ ഉള്ളി, കറിവേപ്പിൻ്റെ ഇടുന്നവർ ഇടുക, പച്ചമുളക് ഇനിയും വേണമെന്നുള്ളവർ അതിടുക കേട്ടോ. ഇനിയിപ്പോൾ ഏകദേശമൊക്കെ ഞാൻ കുക്കറൊക്കെ വിസിലൊക്കെ 1-2 വിസിലൊക്കെ വന്ന് ആവിയൊക്കെ പോയതിന് ശേഷം ഞാനതൊന്ന് ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ഞാനൊരു ചെറിയ ഒരു ചിരങ്ങ അരമുറി ഇതിലേക്ക് ആഡാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നാക്കി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കുക. ചിരങ്ങയും കൂടെ ഇട്ടു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, പക്ഷെ ചിരങ്ങ നന്നായിട്ടൊന്ന് വെന്തു അടിയണ്ടെന്ന് വെച്ചിട്ടാട്ടോ കൂടെ വേവിക്കാഞ്ഞത്. എനിക്ക് ഏകദേശമൊക്കെ ചിരങ്ങ വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടിയുള്ള അരപ്പൊക്കെ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഏകദേശമൊക്കെ തിളച്ച് വന്നതിന് ശേഷം ചെറിയ ഉള്ളി, കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ മാത്രം ഒരു ചെറിയ ടീസ്പൂണിൽ നെയ്യ് വേണ്ടവർ, പരിപ്പ് കറിക്ക് നെയ്യ് എപ്പോഴും രസമാണ്. അപ്പോൾ നെയ്യ് വേണ്ടവർ അതൊന്ന് ആഡാക്കി കൊടുക്കുക കേട്ടോ. നല്ല രസമായിട്ട് നെയ്യ് ആഡാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആഡാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ട കേട്ടോ. നമുക്ക് സെർവിങ് ഡിഷിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. ഈ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടിട്ട് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണൊന്ന് തിരിഞ്ഞു പോയി, അതാണ് ഒരു ഷോർട്സ് രൂപത്തിലൊക്കെ അതിലേക്ക് വന്നത് കേട്ടോ. പഠിച്ചു വരുന്നുള്ളൂ പിടിക്കാനൊക്കെ. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഒന്ന് ക്ഷമിക്കണേ. എല്ലാവരും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നമ്മൾ പരിപ്പ് മുരിങ്ങൻ്റെ ഇലയൊക്കെ ഉണ്ടാക്കണ മാതിരി തന്നെയാണ്. ഇനി നമുക്കൊരു വഴുതനങ്ങ വറുത്തെടുക്കുന്നത് നോക്കാം. അതിലേക്ക് ഞാൻ ഒരു 3 വഴുതനങ്ങ നന്നാക്കി ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാശ്മീരി ചില്ലി, നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള കാശ്മീരി ചില്ലി ഞാനിവിടെ ഒരു 2-2.5 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മതി. ആവശ്യത്തിനുള്ള ഉപ്പും വിനെഗറും വെളിച്ചെണ്ണയിലാട്ടോ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നത്. നമ്മൾ ഫിഷ് ആണെങ്കിലും ഈ വറുത്തെടുക്കുന്ന എന്ത് സാധനവും നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്യണേക്കാട്ടി നല്ലത് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്യുക കേട്ടോ. ഞാൻ അതിലേക്ക് ലേശം മല്ലിപ്പൊടി ആഡാക്കി കൊടുത്തിട്ട് കേട്ടോ, വിനെഗർ ആഡാക്കി വെളിച്ചെണ്ണ ആഡാക്കി നന്നാക്കി ഒന്ന് മിക്സാക്കി എടുക്കുക. ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നന്നായിട്ട് ഉപ്പും പുളിയൊന്ന് പിടിച്ചിട്ട് ഇനി അഥവാ നമ്മൾ വെച്ച് 1/2 മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു മിനിമം ഒരു 10-15 മിനിറ്റെങ്കിലും വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, ഇതൊക്കെ ഇങ്ങനത്തൊക്കെ വറുത്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ്. ഫിഷ് ഇതൊക്കെ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും രസം കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കാൻ നോക്കുക. ഇനി അതിലേക്ക് ലേശം കറി ലീവ്സ് ഇട്ടെടുത്ത് എണ്ണയ്ക്കൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോരോ വഴുതനങ്ങൾ അതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് വഴുതനങ്ങ ഒന്ന് വറുത്ത് നോക്കിയിട്ട് നല്ല രസമാണ് കേട്ടോ. ഞാൻ ആദ്യം ഒന്നും ഇതൊന്നും ഉണ്ടാക്കിയിരുന്നില്ല, പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതേമാതിരി ഒരു ഇതിൽ കണ്ടാണ്, യൂട്യൂബ് ചാനലിൽ കണ്ടാണ് ഞാൻ വഴുതനങ്ങ ഫ്രൈ ആക്കി നോക്കിയത് കേട്ടോ. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ്. വഴുതനങ്ങ കൂട്ടാത്തോൽ പോലും ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നന്നാക്കി കൂട്ടുന്നുണ്ട് കേട്ടോ. എൻ്റെ മക്കളൊന്നും വഴുതനങ്ങ കൂട്ടിയിരുന്നില്ല, പക്ഷെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് വഴുതനങ്ങ വറുത്തെടുക്കണത് നമുക്ക് അതൊക്കെ ഒന്ന് പൊരിഞ്ഞ് വന്നതിൻ്റെ ശേഷം അപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ. നമ്മൾ മീനൊക്കെ മറിച്ചിടണം മരത്തിന് ഒന്ന് മറിച്ചിട്ടെടുത്ത് ഒറ്റ സൈഡും കൂടി അതേമാതിരി ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അല്ലേ, ഇതൊന്ന് അതേമാതിരി ഒന്ന് മറിച്ചിട്ടതിന് ശേഷം പൊരിച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് എല്ലാം വറുത്ത് കോരിയതിന് ശേഷം ഒരു നല്ലൊരു സെർവിങ് ഡിഷിലേക്ക് അതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയട്ടോ. ഈ കറിയും വഴുതനങ്ങ ഉപ്പേരിയും നല്ല കോമ്പിനേഷനാണ്, ഉണ്ടാക്കി നോക്കട്ടോ.